എന്നെ പൊന്നി സാർ ഇന്നലെയാണ് നിങ്ങളുടെ ആരെ ഷൂട്ട് ചെയ്തത്. ഇങ്ങനെ എപ്പോഴും മെസ്സേജ് അയച്ചാൽ എന്താണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. സമയമാകുമ്പോൾ അങ്ങോട്ട് തരും കേട്ടല്ലോ. പ്രിയപ്പെട്ട സാർ അറിയാനായിട്ട് നമ്മൾ ഇന്നലെയാണ് നിങ്ങളുടെ ആരെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ 2 ദിവസം എഡിറ്റിങ്ങിന് നമുക്ക് എടുക്കുമല്ലോ. അപ്പോൾ കാര്യങ്ങൾ അപ്പം ഞാൻ അറിയിച്ചേക്കാം. ഓക്കെ. കണ്ടില്ലേ സാർ, നമ്മൾ കസ്റ്റമേഴ്സിനോടൊക്കെ സൗമ്യമായിട്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്. അപ്പോൾ സാർ ഈ ഓഫീസ് തന്നെ കണ്ടില്ലേ, പച്ചപ്പും ഹരിതാപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകാനാണ് എനിക്കിഷ്ടം. അത് വേറെ ലൊക്കേഷൻ കിട്ടാഞ്ഞിട്ടല്ല. സാർ വന്നത് ഓക്കെ, കം ടു ദ പോയിന്റ്. സി രാഹുൽ, നമുക്ക് ഒരു അഡ്വർടൈസ്മെൻറ്റ് വേണം, ഒരു കോർപ്പറേറ്റ് അഡ്വർടൈസ്മെൻറ്റ്. മീൻസ് ഒരു പാൻ ഇന്ത്യൻ ലെവലിലൊക്കെ യുനോ. ഓക്കെ സാർ, നല്ല തീരുമാനമായിരിക്കും. നൈസ്. നമുക്ക് ഈ ആക്ടേഴ്സിന് വെച്ചിട്ട് ഒരു പാരൻ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 6-7 രൂപയ്ക്കൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ബഡ്ജറ്റ് വെച്ചിട്ട് നമുക്കൊരു 5 രൂപയ്ക്ക് തീർക്കാൻ പറ്റില്ലേ? 5 രൂപ കുഴപ്പമുണ്ടോ സാർ? നമുക്ക് എക്സ്പെൻസ് കണക്ട് ചെയ്യുമ്പോൾ ഓക്കെയാണ് സാർ. അപ്പോൾ സാർ എങ്ങനെയാണ് മോഡ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ? അത് ഇപ്പോൾ തന്നെ ചെയ്യാം. ഫുൾ പേയ്മെൻറ്റ് എന്താ, GPay ആണോ ക്യാഷ് ആണോ കാർഡാണോ? നമുക്ക് 5000 രൂപയ്ക്ക് പെട്ടെന്ന് ലിമിറ്റ് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ പേയ്മെൻറ്റ് 5,000 ആണോ ആക്ടേഴ്സിന് വെച്ചിട്ടല്ലേ? പാൻ ഇന്ത്യൻ ടൈപ്പ് പോവാ. രാഹുൽ, നമുക്ക് കിട്ടില്ല. സിമ്പിളായിട്ട് കിട്ടും. നമുക്ക് 2,500 രൂപ പുള്ളിക്ക് കൊടുത്താൽ പിന്നെ 2,500 ലാഭമല്ലേ? ഓക്കെ, റൈറ്റ്. അപ്പോൾ അതൊന്നും അറിയില്ല സാറെ. പോയിട്ടൊന്ന് നാളെ രാവിലെ 10 മണിയാകുമ്പോൾ വരാം. 10 മണിക്ക്. എനിക്ക് ഭയങ്കര ടെൻഷൻ. ചോറ് കഴിച്ചത് രാവിലെ, അതാണ് ഒരു അല്ല. ഫുഡ് കഴിക്കണം. ഷൂട്ടുണ്ടെങ്കിൽ ചിത്രം നമുക്ക് ഓഫ് കോഴ്സ്. അപ്പോൾ നാളെ 10 മണിക്ക്. ഓക്കെ. നമുക്ക് ഞാൻ വിളിക്കണം. അല്ല, ഇവിടെ സ്റ്റാഫ് ഉണ്ട്, ഞാൻ വിളിക്കും. ഓക്കെ ഓക്കെ രാഹുൽ, താങ്ക് യു. ഇതൊക്കെ പ്രാന്താവാ. എനിക്കറിഞ്ഞൂടെ. ഇനി എന്താ ഇങ്ങനെ വള്ളി പിടിച്ച ക്ലയൻറ്റ്? ഒന്നും കൂടിയുണ്ട്. ഓക്കെ, എത്തിക്കാം.